തമിഴകത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന കാര്യങ്ങൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മൾ രാവും പകലും ഒക്കെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അകത്ത കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത്. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുക. 6 മന്ത്രിമാരും വിജയ്ക്കൊപ്പം ചുമതലയേൽക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരും സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നുള്ള TVK പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് വിജയുടെ പാരൻസ് അവരെത്തിയിട്ടുണ്ട്, മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങ് നേരിൽ കാണാൻ സി ജോസഫ് വിജയ് എന്ന് എഴുതിയ ബാക്കിലെ ആ ഒരു ബാനറും ഒക്കെ നമുക്ക് കാണാം. TVK പ്രവർത്തകർ അത്യാഹ്ലാദത്തിലാണ്. TVK പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സ്റ്റേഡിയം ഒന്നാകെ. ഷോളും അതേപോലെ കൊടികളും ഒക്കെയായി നിറഞ്ഞിരിക്കുന്നു അവിടെ. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ആ സത്യപ്രതിജ്ഞയ്ക്ക് ഇനിയിപ്പോൾ 1 മണിക്കൂറിൻ്റെ മാത്രം അകലമേ ഉള്ളൂ. 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ തുടങ്ങുമെന്ന് കരുതപ്പെടുന്നു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആണ് തമിഴ്നാടിൻ്റെ ഭരണത്തിലേക്ക് ജോസഫ് വിജയ് എത്തുന്നത്. കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ, അല്ലെങ്കിൽ അത് തെളിയിക്കണം, എനിക്ക് ബോധ്യപ്പെടണമെന്ന ഗവർണറുടെ പിടിവാശിക്ക് മേൽ 3-4 ദിവസമാണ് വിജയ്ക്ക് ഈ കാര്യങ്ങളിലേക്ക് എത്താൻ വൈകിയത്. ഘടകകക്ഷിയല്ല, മറ്റ് പാർട്ടികളുടെയൊക്കെയും ചെറു പാർട്ടികളുടെയൊക്കെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്നലെ വിജയ് ഗവർണറെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തെളിയിക്കുകയും സത്യപ്രതിജ്ഞയ്ക്ക് സാവകാശം തേടുകയും ചെയ്തത്. പിന്നീട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം ഇന്നലെ തന്നെ കേരളത്തിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. ചെന്നൈയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെ തുടർന്ന് അദ്ദേഹം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇന്നലെ ചെന്നൈയിൽ തുടരുകയായിരുന്നു. പിന്നീടാണ് രാത്രി വൈകി വിജയ് ലോക് ഭവനിലേക്ക് എത്തുകയും അദ്ദേഹത്തെ കണ്ട് സാവകാശം ചോദിക്കുകയും ഒക്കെ ചെയ്തത്. ഈ സ്റ്റേഡിയത്തിന് പുറത്തും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ്, കനത്ത സുരക്ഷാ വലയത്തിലാണ് തമിഴ്നാട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിൽ നിറയെ ആളുകളാണ്. ഇപ്പോൾ വിജയ്യെ ആരാധിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഈ സത്യപ്രതിജ്ഞ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരും ഒപ്പം TVK പ്രവർത്തകരും ഒക്കെയും ഉണ്ട്. ചെന്നൈയിൽ മുഴുവൻ, അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ മുഴുവൻ തികഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി 100-ൽ പരം സീറ്റുകൾ നേടിയാണ് വിജയ് അധികാരത്തിലേക്ക് വന്നത്. പിന്നീട് അദ്ദേഹത്തിന് 118 എന്ന നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ നമ്പർ തികയ്ക്കാനുള്ളൊരു പെടാപ്പാടായിരുന്നു, ഓട്ടമായിരുന്നു. ഇതിനൊടുവിൽ അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി VCK കൂടി പിന്തുണ അറിയിച്ചതോടുകൂടിയാണ് വിജയ്ക്ക് 118 എന്ന നമ്പറിലേക്ക് എത്തുവാൻ സാധിച്ചത്. പിന്നീടാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇന്ന് തന്നെ കടക്കും എന്ന് വിചാരിച്ചത്. നമുക്ക് അവിടെ നിന്ന് സുചിത്രനെ കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നിലവിൽ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായി അവിടെ ആളുകളെല്ലാം കാത്തിരിക്കുകയാണ്. TVK പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെയും അവിടെയുണ്ട്. കുറച്ച് മുൻപ് അവിടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടി അദ്ദേഹം ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ, മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെയും അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയായിരുന്നു. അങ്ങനെ തമിഴകത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ വഴിമാറ്റിയ ദളപതി അദ്ദേഹം ഇനി സിനിമാ താരം മാത്രമല്ല, അദ്ദേഹം ഇനി തമിഴകത്തിൻ്റെ മുതലമൈച്ചർ കൂടിയാവുകയാണ്, തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാവുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് തമിഴ് ജനത മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയായിരുന്നു. TVK എന്ന മുന്നണിയെ അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു. ജനിച്ച് 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയാണ്, രൂപീകൃതമായി 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയാണ് TVK. ആ TVK തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, നിയമസഭയിൽ മത്സരിക്കുന്നു. ആ മത്സരിച്ച എല്ലാ ഇടങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഒടുവിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയായിരുന്നു തമിഴകത്ത് വിജയ്. ഈ 108 സീറ്റുമായി വിജയ്. പിന്നീട് ഈ 118ലേക്ക് ഇപ്പോൾ സംഖ്യ എത്തിയിരിക്കുന്നു. ഒടുവിൽ ഇന്ന് വിജയ്ക്കൊപ്പം തന്നെ മറ്റ് 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴകത്തിൻ്റെ മാറിയ രാഷ്ട്രീയത്തിൽ ഇനി ജോസഫ് വിജയ് ആയിരിക്കും തമിഴകത്തെ നയിക്കുക, തമിഴ്നാടിനെ നയിക്കുക. അദ്ദേഹത്തിന് മുന്നിൽ വെല്ലുവിളികളൊക്കെ ഉണ്ട്, നിരവധി വെല്ലുവിളികൾ അദ്ദേഹം ഇനി കാണാൻ പോകുന്നു. അദ്ദേഹം
അദ്ദേഹത്തിന് മുന്നിലുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെയും ഒക്കെയും മറികടന്നുകൊണ്ട് മനോഹരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ വിജയ്ക്ക് കഴിയും, വിജയുടെ ടീമിന് കഴിയുമെന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും, തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പോലും എത്രമാത്രം പ്രതിസന്ധികൾ വിജയുടെ പാർട്ടി TVK നേരിട്ടു എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളായി അറിഞ്ഞിരുന്നു. റാലി നടത്താനും പ്രചാരണം നടത്താനും ഒക്കെയും വലിയ വെല്ലുവിളികളൊക്കെയും നേരിട്ടിരുന്നു ആ കാലത്തൊക്കെയും വിജയുടെ പാർട്ടി TVK. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, തമിഴകം മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കണ്ടു, തമിഴകത്ത് ഒരു ചാൻസ് ചോദിക്കുകയായിരുന്നു വിജയ്, ആ ചാൻസ് കൊടുത്തു തമിഴകം. അങ്ങനെ വിജയ്, ജോസഫ് വിജയ് ഇന്ന് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്.